നമസ്കാരം. കേരളത്തിൽ നിന്ന് കുറേ ഫോൺ കാളുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഗൈനക്കോമാസ്റ്റിയ സർജറി ചെയ്യുമ്പോൾ ഈ ടെയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുമോ? പിന്നെ സ്കിൻ സുരുക്കാൻ വേണ്ടിയിട്ട് ലേസർ യൂസ് ചെയ്യുമോ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഇതിനൊക്കെ എൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ വെറും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ലോകത്തിൽ എല്ലാ പ്ലാസ്റ്റിക് സർജനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഈ ഗൈനക്കോമാസ്റ്റിയ സർജറി എങ്ങനെ ചെയ്യാമെന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുമ്പോൾ രോഗമല്ലാണ് ആദ്യം മനസ്സിലിടണം. ടിപ്പിക്കൽ ഗൈനക്കോമാസ്റ്റിയ നോക്കുമ്പോൾ അവിടെ ആ ഗ്ലാൻഡ് ടിഷ്യൂ ആണ് ഉണ്ടാകും. പിന്നെ ആ സൈഡിൽ കുറേ ടെയിൽ ഉണ്ടാകും. പക്ഷേ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് നോക്കുമ്പോൾ മെജോറിറ്റി കേസിൽ ഫാറ്റ് മാത്രമേ ഉണ്ടാകും, ഗ്ലാൻഡ് കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ടെയിൽ ഉണ്ടാവാൻ സാധ്യം കുറവാണ്. ഇത് അല്ലാണ്ട് ഈ സൂഡോ ഗൈനക്കോമാസ്റ്റിയ കേസിൽ നോക്കുമ്പോൾ മെജോറിറ്റി ഫാറ്റാണ്, അതിൽ ഈ ടെയിൽ ഉണ്ടാവാൻ സാധ്യം ഇല്ല. സപ്പോസ് അവിടെ ഗ്ലാൻഡിൽ ടെയിൽ ഉണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഇതൊരു റുട്ടീൻ പ്രോസസ്സാണ്. അടുത്ത ചോദ്യം, ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണോ? ഗ്രേഡ് 3 ഗൈനക്കോമാസ്റ്റിയ നോക്കുമ്പോൾ അവിടെ സ്കിൻ എക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ലൈപ്പോസെക്ഷൻ ചെയ്തിട്ട് പിന്നെ അവിടെ സ്കിൻ സാഗിങ് ആയി ഉണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ ആ സ്കിൻ സുരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലേസർ ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ മറ്റേ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗൈനക്കോമാസ്റ്റിയ നോക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത പിന്നെ ആ സ്കിൻ ലൂസായിട്ട് ഉണ്ടാവില്ല. അതും അല്ലാതെ ആ സ്കിൻ ക്വാളിറ്റി നോക്കുമ്പോൾ നന്നായിട്ടിരിക്കും, ചെറിയ വയത് കാരണം. അതുകൊണ്ടിട്ടാണ് ഇവിടെ ലേസർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമല്ല. അവസാന ചോദ്യം, ഈ ഹോൾസ് എവിടെയാണ് ഇടണം? നിങ്ങൾക്ക് എവിടെ വേணுമോ അവിടെ ഇടാം, താഴെ ഇടാം, സൈഡിലിടാം. നമുക്ക് ആ ഹോൾസ് കംപ്ലീറ്റായി ഇഡൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ പ്രശ്നമല്ല. എനിക്ക് ഗൈനക്കോമാസ്റ്റിയ കുറിച്ച് അവയർനെസ് വീഡിയോ ഇടണം ആശ, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതോ ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പർക്ക് വിളിക്കാം. നന്ദി.